പ്രസാദ്, അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും അഭിനേതാവെന്ന നിലയിൽ ഒരു 100 കോടി ക്ലബിൽ ആദ്യം കയറിയത് ഞാനാണ്. നമ്മുടെ പയ്യൻ ഫസൽ താമസമില്ലാണ്ട് കയറും. അപ്പോൾ ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരും അത് ചെയ്തിട്ടില്ല, ഞാൻ അത് ചെയ്തു. അപ്പോൾ സന്തോഷം. ആ രീതിയിൽ തന്നെ ഈ സിനിമ പുണ്യം തന്നെയാണ്. അപ്പോൾ ഭയങ്കര അസൂയാണ് ഒരു ആക്ടേഴ്സ് അതിൻ്റെ ശല്യം എനിക്ക് സഹിക്കുക വയ്യാണ്ടായിരുന്നു. അതിനൊക്കെയുള്ള മറുപടി ഗിരീഷ് ഷെഡി വഴി ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും ഒന്ന് അടങ്ങി ജീവിക്കുക, ആവേശമെല്ലാം കയ്യിൽ വയ്ക്കുക. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഒരു പ്രതികാരം തന്നെ എനിക്ക് ഗിരീഷ് ഷെഡി നടത്തി തന്നു. എന്നെ ഒരു ഓഡീഷന് നിർത്താൻ പോലും കൂടില്ല എന്നാണ് മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന അല്ലെങ്കിൽ മോശം ആക്ടേഴ്സ് എന്ന് പോലും കല്ലിൽ നിന്ന് കവിത വിരിയിക്കുന്ന ദിലീഷ് പോത്തൻ പോലും എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗിരീഷ് ഷെഡി എന്നെപ്പോൾ തന്നെ ഒരു ബിഎഡോ ആയതുകൊണ്ട് എന്നെ കറക്റ്റായിട്ട് മനസ്സിലാവുകയും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം തരികയും ചെയ്തു. അപ്പം എനിക്കാണെങ്കിൽ മുന്നും പിന്നും നോക്കാനില്ലായിരുന്നു. നമുക്കറിയാം സിനിമയിലൊരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ അത് അവരുടെ ബാധ്യതയാണ്, നന്നാക്കുക എന്നുള്ളത് നടൻ്റെ ബാധ്യതയല്ല. അപ്പം ഞാനങ്ങനെ നിന്ന് കൊടുത്തു. അത് ഗിരീഷ് ഷെഡിയുടെ ആവശ്യമാണ്. ഗിരീഷ് ഷെഡി നടത്തി ബ്യൂട്ടിഫുൾ ആയിട്ട്. എന്നെ വെച്ച് കാമഡി കീമടിയൊന്നും പണ്ടില്ലേ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ പുള്ളിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോൾ ആൾക്കാരിപ്പോൾ പഴയതുപോലെയല്ല, കണ്ടാൽ തന്നെ ചിരിക്കുന്നൊരവസ്ഥയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഉണ്ടാക്കിയതിന് സില്ലിനെസ് മടങ്ങി തന്നതിന് ഗിരീഷ് ഷെഡിയോട് പമ്പവാസ് നന്ദി പറയുന്നു. ബാക്കി വരും പോലെ കാണാം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ചേട്ടനും അന്ന് ചേട്ടനും എത്തിയിട്ടുണ്ട്. ചേട്ടാ വെൽക്കം. സോ ഹാപ്പി ടു സീ യു ബോത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പോകട്ടെ. എന്താ എഴുതുക? ഞാനല്ലേ എഴുത്തുകാർ. എൻ്റെ അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. പ്രേമലൂൽ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം പകുതിക്ക് കാണാൻ പറ്റില്ലോ എന്നുള്ളതായിരുന്നു. അത് ഇന്നാണ് സഫലമായത്. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫാൻസ്, ബിഗ് ഫാൻ ഓഫ് യു. വൈഫാണ് പുറകെയിരിക്കുന്നത്, പുള്ളിക്കാരി. ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലിയാണ്, എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഫോർമാലിറ്റിയുടെ കാര്യമില്ല. നസ്ലിൻ, മാത്യു, ആന എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു 9 years ആയിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല വീഡിയോസും കണ്ടന്റൊക്കെ ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി ഇപ്പോൾ ഗിരീഷ് അല്ലെങ്കിൽ ഗിരീഷാണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത്. ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ച് നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഭാവന സ്റ്റുഡിയോസിനും ഓഫ്കോഴ്സ് നിങ്ങളും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇതിപ്പോ പ്രസ് മീറ്റിൽ ഇരുന്നതിനെക്കാട്ടി ടെൻഷൻ എനിക്ക് ഇപ്പോൾ ഉണ്ട്. അന്ന് എനിക്കറിയില്ല. പ്രസ് മീറ്റിൽ അന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ദിലീഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ പോയി ഇരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൂളായിട്ട് പോയി. പക്ഷെ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും ഇരിക്കുന്നതുകൊണ്ടായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഒരു കുഞ്ഞു സിനിമ ഇത്രയും വലിയൊരു ഹിറ്റായി. എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സർ, Karthikeya sir. I'm getting a lot of messages from Telugu people as well. My Instagram is filled with Telugu messages actually. I'm not understanding most of them, but I'm happy with that. എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു ഇവന്റ് കാണാൻ പറ്റിയെങ്കിലും എൻ്റെ ആദ്യത്തെ ഒരു ഇവന്റ് ആണ് ഇങ്ങനെ ഒരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത്. താങ്ക് യു സോ മച്ച്. പടം കണ്ട് വിജയിപ്പിച്ച എല്ലാവർക്കും ഇപ്പോൾ OTT-ലും കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷം. ശ്യാം എന്തായാലും സ്റ്റേജിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരു പാട്ട് പാടണം എന്നാണ് പൊതുജന അഭിപ്രായം അല്ലേ? അത് നോർമലായിട്ട് വേണമെങ്കിൽ ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ താങ്കൾ സാധാരണ ചെയ്ത പോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാട്ട് പാടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ സർപ്രൈസ് അഭിനയിക്കാമായിരുന്നു. പാട്ട് ഞാൻ പാടണോ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ ഓൾറെഡി എന്നോട് വെച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലിറിക്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ബ്രോ, ഹായ്.
വിഷ്ണു ബ്രോ ഈ പറഞ്ഞ പോലെ ഞാൻ കാണുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. ഞാനൊരു 2007-2008 സമയത്തൊരു സുന്ദരിയവ എന്നുള്ള മ്യൂസിക് വീഡിയോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് അന്ന് ഫ്ലോട്ട് വായിച്ചത് വിഷ്ണു ബ്രോ ആയിരുന്നു. ഇപ്പോ നമ്മുടെ ഫിലിമിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു ബ്രോ ആണ്. വിഷ്ണു ബ്രോ, വിത്ത് യുവർ പെർമിഷൻ നമ്മുടെ പടത്തിലൊരു പാട്ട് തന്നെ ഞാൻ പാടാം. കണ്ടൊരിക്കേ സുന്ദരിയെ പുഞ്ചിരിയെ കാശ് പത്തെടുക്കാൻ ATM നിന്നളിയേ അങ്ങ് പൊത്തി വച്ചേ പിന്നവള് മൊഞ്ചവള് കുഞ്ഞു പൊട്ടുകുത്താൻ ഫോണെടുത്തേ പിന്നവള് സ്റ്റോപ്പ് ചോപ്പ് ലൈറ്റ് നോക്കാതെ റോഡിലെ തിരക്കതേൽക്കാതെ വടക്കുന്ന് കിഴക്ക് മുതല് നിനകത്ത് ചെല്ലത് വലിച്ചത് പുകച്ച് പലത് പച്ചപ്പൂ മണമുള്ള ബൊമ്മലുവേ നാദി ബൊമ്മലുവേ ബൊമ്മലു നീവു നാദി ബൊമ്മലുവേ എടിച്ചായ പാനി തപ്പിലെ റോട്ടരികെ ആ തുടി പഞ്ചാരി കൊട്ടിലെ കാതരികെ എൻ പ്രേമിക്കുടൂ നീ സുമഹായ് തരിങ്കേ. താങ്ക് യു. Thank you so much, Shyam. കഴിഞ്ഞു. സന്തോഷത്തിൻ്റെ ഒരു വലിയ നിമിഷമാണ്. കാരണം എന്താ പറയുക, ഇതിൻ്റെ പുറകിലുള്ള ഇതിൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിലെ മെമ്പേഴ്സ് പോലെ പെരുമാറുന്ന ഫഹദും അതുപോലെ തന്നെ വളരെ വർഷത്തെ ബന്ധമുള്ള ദിലീഷും ശ്യാമും നിർമ്മിച്ച സിനിമയാണ്. നസ്രിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സിനിമ ഇത്രയും വലിയ ഒരു വിജയമാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവരുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഗിരീഷും അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ച അത്ര മനോഹരമായ സിനിമയിൽ അഭിനയിച്ച അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. ഇത്രയും മാറ്റിയ മലയാളികളോടും ഈ സമയത്ത് സ്നേഹം പറയുന്നു. കാരണം ഞാൻ ശരിക്കും എൻ്റെ ഒരു സ്വന്തം സിനിമയുടെ വിജയം ആഘോഷിക്കുന്ന പോലെയാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഫഹദിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെയാണ് കൂടുതലും അതിന് കാരണം. അത് ഒരുപാട് പ്രാർത്ഥനകളുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ്. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാനത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നമ്മുടെ തിയേറ്ററുകളിലെല്ലാം നിറഞ്ഞോടിയ സിനിമയാണ്. അതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. ഇതുപോലുള്ള വിജയങ്ങൾ സമ്മാനിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിക്കാനും ഇതിൻ്റെ കൂടെ സഹകരിച്ചവർക്ക് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എല്ലാവരും വളരെ മനോഹരമായിട്ടുള്ള ഈ സിനിമയിൽ വളരെ സന്തോഷം. വർക്ക് ചെയ്തൊരു സിനിമയുടെ പേരിൽ ഇങ്ങനെ ഒരു സക്സസ് ഫംഗ്ഷന് വേണ്ടി എല്ലാവരുടെയും കൂടെ ഒത്തുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. വേദിയിലുള്ള എല്ലാ ബഹുമാന്യരാളുകൾക്കും നമസ്കാരം. ശക്തിശ്രീ ഗോപാലൻ ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജിലേക്ക് വരാം. ആൻഡ് കപിലനും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ പ്രേമലുവിൻ്റെ മ്യൂസിക് എൻ്റെ കൂടെ ഉള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളില്ലെങ്കിൽ ഫുള്ളാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനൊരു സക്സസ് മീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ മ്യൂസിഷ്യൻസും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഞങ്ങൾ ചെറിയൊരു പെർഫോമൻസ് ചെയ്യാം.
ഒരുപാട് സന്തോഷം. നമ്മുടെ സംവിധായകനുള്ള ആ ഒരു സ്നേഹ പുരസ്കാരം നൽകാൻ ഞാൻ ശ്രീ അമൽ ദേവനോട് അഭ്യർത്ഥിക്കുകയാണ്. So please do the honors to our very dear director Girish Edi. നല്ലൊരു കയ്യടിയാവോ? Brand behind the success. നമസ്കാരം. ഇവിടെ നമ്മുടെ പ്രേമലുവിൻ്റെ വിജയാഘോഷത്തിനായി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ 3ാമത്തെ പടമാണ്. 4 പടം ചെയ്തു, 3ാമത്തെ പടമാണ് റിലീസാവുന്നത്. ഒരു പടം റിലീസായിട്ടില്ല. പക്ഷെ ആ 3 പടം വിജയിച്ചായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. പല കാരണം കൊണ്ടും ബാക്കി 2 പടങ്ങൾക്കും അത് സാധിച്ചിരുന്നില്ല. അപ്പോൾ എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് സാധ്യമാക്കി തന്ന നമ്മുടെ ഭാവന സ്റ്റുഡിയോസിന് നന്ദി പറയുന്നു. പിന്നെ പടം എന്താ പറയണ്ടേന്ന് അറിയില്ല. പടം ഇത് ഇങ്ങനെ ഒരു സക്സസ് ആവാൻ കാരണം നമ്മുടെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അവർ കാണിച്ചൊരു എനർജി ഉണ്ട്. ഈ പടത്തിന്റെ ത്രൂ ഔട്ട് കാണിച്ചത് അത് നമുക്കിപ്പോൾ പേരെടുത്ത് പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര രസമായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എനർജറ്റിക് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെല്ലാ സെറ്റിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും ഈഗോ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ. അതൊന്നും ഇല്ലാതെ ത്രൂ ഔട്ട് ഇത്രയും കുറച്ചും കൂടി വലിയ ഷൂട്ടായിരുന്നത്, കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടിയ പടമായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ ഭയങ്കര രസമായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയ ഒരു സെറ്റായിരുന്നത്. അത് എനിക്ക് അതും ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ പേരെടുത്ത് പറയാൻ തുടങ്ങി എല്ലാവരുടെ പേരും പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്നില്ല. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എനിക്ക് ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ പ്രേമലു വിജയമാക്കി തീർത്ത പ്രേക്ഷകരോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. Thank you so much and once again congratulations. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് പതുക്കെ റിവീൽ ചെയ്യാം. ആൻഡ് നമ്മുടെ ചെക്കൻ, നമ്മുടെ ഹീറോ വിളിക്കാല്ലേ നമുക്ക് വേദിയിലേക്ക്. നസ്ലിൻ, welcome to the stage. And of course Mamita, Matthew, Ajmal Sabu, and Akash Joseph, editor. Undimaya, SS Kartikeya. So please join us. Sangeet. കൈപിടിച്ച് കേട്ടുന്ന ആൾക്കാർ. ശ്യാമോഹൻ, അഖില ഭാർഗവൻ. ഇതൊന്നുമല്ല, ജസ്റ്റ് സഭാകമ്പം മാത്രം. പിന്നെ ഞങ്ങളുടെ ചെറിയ പിടിപ്പുകൾ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നമ്പർ 5 ആയിരുന്നു പ്രേമലു. അപ്പം അമലേട്ടന് ഭീഷ്മ പോലെ, അമ്പുക്കയ്ക്ക് പ്രേമം പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ഹിറ്റായിരുന്നു ഈ സിനിമ. ഭയങ്കര നീഡഡും ഭയങ്കര വാലിഡേഷൻ അർഹിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ ഹിറ്റ് കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പ്രൊഡക്ഷൻ നമ്പർ 5ാമത്തെ പടമായിരുന്നു പ്രേമലു. 6ാമത്തെ പടം കരാട്ടെ ചന്ദ്രൻ ഡയറക്റ്റ് ചെയ്യുന്ന നമ്മുടെ കോ ഡയറക്ടർ ദിലീഷ് പോത്തൻ്റെ ആയിരുന്ന റോയിയാണ്. റോയി ജസ്റ്റ് ഒന്ന് വന്നാൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സച്ചിനേക്കാളും വലിയ ഇൻട്രോവേർട്ടാണ്. സച്ചിന് ശരിക്കും തോമസിന് ശരിക്കും റോയിച്ചന്റെ വാറഴിക്കാനുള്ള യോഗ്യതയില്ല.
അത്രയ്ക്ക്. അപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം വിളിക്കുകയാണ് ഇയാളെ. കണ്ടോ ഇനി കിട്ടത്തില്ല. എന്താണ് റോയിയാണ് കരട് അയച്ചന്ദ്രന്റെ സംവിധായകൻ. പ്രൊഡക്ഷൻ നമ്പർ 7 ആലോചനയിലുണ്ട്. അത് ഒരു സർപ്രൈസ് ആണെന്നാണ് പറയുന്നത്. അത് എന്താ ഗിരീഷ് പറയും. പ്രൊഡക്ഷൻ നമ്പർ 7 നമ്മുടെ പ്രേമലുവിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാൻ തീരുമാനമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നല്ല ഊർജമാണ്. ഈ 25 വയസ്സിന് താഴെയുള്ള 2 പേർ നായകന്മാരായി അഭിനയിച്ച ചിത്രം ഈ വലിയ വിജയം നേടിയതിൽ എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. ഞാൻ ഈ നാടിന് വേണ്ടി ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിർമ്മാതാക്കൾ ഏറെക്കാലമായി എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. സംവിധായകൻ്റെ ആദ്യത്തെ പടം എൻ്റെ ഗ്രാമത്തിലാണ് അത് ആദ്യം ഷൂട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വിഷുവിന് വീട്ടിൽ അമ്മയെ കാണാൻ ചെല്ലുമ്പോൾ ആ വീട്ടിലിപ്പോൾ ഏതോ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ ഷൂട്ട് ചെയ്തതിന് ശേഷം ആ വീട് ഒരു വിജയിക്കാൻ ഇടയുള്ള സിനിമകളുടെ ഷൂട്ടിംഗ് ഇടമായി മാറി എന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യവസായ മന്ത്രി എന്ന നിലയിലും വലിയ സന്തോഷമുണ്ട്. സിനിമ വ്യവസായം മലയാളത്തിൻ്റെ വലിയ മുന്നേറ്റത്തിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പുതിയ പ്രൊഡക്ഷനുകൾക്കായി കാത്തിരിക്കാം. പ്രേമലുവിൻ്റെ 2ാം ഭാഗം, അതുപോലെ ഇവിടെ പ്രഖ്യാപിച്ച പുതിയ സിനിമകൾ, അവയെല്ലാം ചേർന്ന് മലയാള സിനിമയെ കുറെ കൂടി ഉന്നതിയിലേക്ക് എത്തിക്കട്ടെ. വളരെ അയത്ന ലളിതമായ അഭിനയത്തിലൂടെ ഈ പുതിയ ചെറുപ്പം നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. വളരെ ലളിതമായി നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സങ്കീർണതകളൊന്നും ഇല്ലാതെ ഒരു കഥ മനോഹരമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞതിന് ഗിരീഷിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ആഹ്ലാദത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്ന് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അതും ഗിരീഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൻ്റെ സക്സസ് സെലിബ്രേഷൻ, അത് പടം ഒരുപാട് വലിയൊരു വിജയമായി മാറി. അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു ഗിരീഷ് ഏട്ട, സച്ചിൻ എനിക്ക് തന്നതിന്. താങ്ക് യു ഭാവന, ദിലീഷ് ഏട്ടൻ, ശ്യാമേട്ടൻ, പാതുക്ക. താങ്ക് യു ഇത് പോസിബിൾ ആക്കിയതിന്. ആൻഡ് കോർട്ടിസ്റ്റ് ഞങ്ങളുടെ പ്രമിലു ടീം, നിങ്ങളെല്ലാവരും ഇല്ലാതെ ഈ പടമില്ല. നമ്മളെ കൂടെ നിൽക്കുന്നവർ അത്ര അടിപൊളിയാകുമ്പോഴേ നമുക്കും നല്ലപോലെ ചെയ്യാൻ പറ്റുന്നു. ഞങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. താങ്ക് യു, താങ്ക് യു. അയ്യോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. പ്രേമിലു 2-നും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ പറ്റട്ടെ. ഇതിനേക്കാൾ വലിയൊരു സക്സസ് ഉണ്ടാവട്ടെ. താങ്ക് യു. ഷമീർ ഖാൻ എത്തിയിട്ടുണ്ടോ? ഷമീർ, ഓക്കെ. നമിത. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷന് വരുന്നത്. അതും ഗിരീഷ് ചേട്ടൻ്റെ പടത്തിന് തന്നെ നമുക്കൊരു 100 കോടി ക്ലബിൽ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു, എന്നെ സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ച് അത് വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. അപ്പം അതിൽ നിങ്ങളെല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. സോ നസ്ല പറഞ്ഞ പോലെ പ്രേമിലു 2-ലും ഇതുപോലെ ഒരു സക്സസ് സെലിബ്രേഷൻ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവന സ്റ്റുഡിയോസ്, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഹാപ്പൻ. ഇത് ഇത്രയും വലിയ ഒരു സ്കെയിലിൽ പടം എടുക്കാൻ സാധിച്ചതിലും ഞങ്ങൾ അത്രത്തോളം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തതിനും ഒക്കെ ഒരു ഫാമിലി പോലെയായിരുന്നു ആക്ച്വലി. അപ്പം അതിനെല്ലാത്തിനും ഭയങ്കര സന്തോഷം, ഭയങ്കര നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ലാസ്റ്റ് പ്രേമിലു ടീം, എവ്രി വൺ, ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും, അതേപോലെ തന്നെ പ്രേമിലു, ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും പ്രേമിലുവിൻ്റെ ഫാമിലിയാണ്. സോ എല്ലാവരോടും വൺസ് മോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സംഗീത്. എല്ലാവർക്കും നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. ഇങ്ങനൊരു പ്രസംഗം പറയേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. ഈ ഷീൽഡ് വഴി പോവാം എന്നാണ് വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് എന്ന് പറയുമ്പോൾ പഠിച്ചു വെച്ചൊക്കെ മറന്നു. എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സക്സസ് സെലിബ്രേഷന്റെ ഭാഗമാവാൻ പറ്റിയിട്ടില്ല. ഒരുമിക്ക പടങ്ങളും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പൊട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ ഗിരീഷേട്ടൻ വിളിച്ചതും ഇങ്ങനൊരു വലിയ എന്താ പറയാ വലിയ അവസരം തന്നതും ഒക്കെ. അപ്പൊ ഞാൻ ഹൈദരാബാദിൽ പോയി അന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിരീഷേട്ടൻ ലൈഫ് ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അതിവിടെ പറയാണ്. താങ്ക് യു ഗിരീഷേട്ട. ഒപ്പം ശ്യാമേട്ടൻ, ദിലീഷേട്ടൻ, ഫഹദ്ക്ക, നമ്മുടെ എല്ലാ ടീമും, അജ്മല്, ആകാശേട്ടൻ, ആരുടെയെങ്കിലും, വിഷ്ണു ചേട്ടൻ, ആരുടെയെങ്കിലൊക്കെ പേര് പറയാൻ തുടങ്ങിയ വിട്ടുപോകും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, നസ്ലിൻ, മമിത, ശ്യാം, അൽത്താഫിക്ക, മാത്യു, മീനാക്ഷി, അഖില, എല്ലാവരും ഭയങ്കര, നസ്ലിൻ പറഞ്ഞതാണ് കറക്റ്റ്. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് തരുന്നു, അപ്പോഴാണ് എന്നെ പോലുള്ളവർക്കൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയായിരുന്നു, ഓരോ നമ്മുടെ സക്സസ് പരിപാടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും പറയും, ഞാൻ ഫെബ്രുവരി 8-ാം തീയതി റിലീസിന്റെ തലേന്ന് കിടന്നുറങ്ങിക്കൊണ്ട് സ്വപ്നം കാണുകയാണോ എന്ന്. അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ കുറച്ചു നേരം അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചത്. അപ്പോൾ ഇതായിരിക്കും ഒരു ഏകദേശം ആ സ്വപ്നത്തിന്റെ അവസാനം എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് പ്രേമിലു 2 വരുന്നത്. സ്വപ്നം ഇനി കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അഖില. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഈ
ഇതിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും തോന്നുന്നു. ഗിരീഷ് ചേട്ടന് ഒരുപാട് നന്ദി എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തതിന്. കൂടാതെ ദിലീഷ് ചേട്ടൻ, ശ്യാമേട്ടൻ, ഉണ്ണി ചേച്ചി, ഫഹദക്ക, അങ്ങനെ എല്ലാവർക്കും. പിന്നെ SS കാർത്തികേയൻ സാർ, നമ്മുടെ പടം ഇവിടെ വിജയിച്ചതുപോലെ തന്നെ തെലുങ്കിലും ഒരുപാട് വൻ വിജയമായിരുന്നു. അപ്പം അതിനും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. മാത്യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എൻ്റെ ആദ്യത്തെ സിനിമ തന്നെ കൊണ്ടുവന്നത് ബാനു സുരേഷാണ്. അതുപോലെ രണ്ടാമത്തെ സിനിമ ഗിരീഷ് ചേട്ടൻ. അപ്പോൾ അവർ രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്തൊരു പടത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വിളിച്ചപ്പോൾ നേരെ അങ്ങോട്ട് ചെല്ലുമായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര ഒരു സക്സസ് ആയിട്ട് ആയി ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. ഇത്രയും വലിയ വിജയമാക്കി തന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ തന്നെയാണ്. പ്രേക്ഷകരോട് വലിയൊരു നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആൻഡ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ, ഹിറ്റായ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ 100 കോടി ക്ലബിൽ ഒരു സിനിമ കയറുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം തിയേറ്റർ വൈസും എല്ലാ സൈഡിൽ നിന്നും ഒരു ചാലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു 100 കോടി ക്ലബിൽ ഒരു മലയാള സിനിമ കയറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു 100 കോടി ക്ലബ്ബ് സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്നെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. പിന്നെ നേരത്തെ മമിതയും നസ്ലിനും ഒക്കെ പറഞ്ഞതുപോലെ അടുത്ത പ്രേമലു 2-ന്റെ സക്സസ് സെലിബ്രേഷൻ ഇവിടെ എത്താൻ സാധിക്കട്ടെ. അങ്ങനെ എത്താൻ സാധിക്കണമെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഉണ്ടാവണം. അങ്ങനെ ആ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. കുറച്ചു നേരം മുമ്പ് ദിലീഷ് ചേട്ടനും ഗിരീഷും കൂടി എന്നെ വിളിച്ചിട്ട് പോയി. അപ്പോൾ ഞാൻ എന്തിനാണെന്നറിയില്ല, രഹസ്യമായിട്ട് പറഞ്ഞ് നിങ്ങളാണ് ഈ പടത്തിൻ്റെ ഭാഗ്യം. അപ്പോൾ പ്രേമലു 2-ലും ഗിരീഷിൻ്റെ എല്ലാ പടത്തിലും സുരേഷിൻ്റെ എല്ലാ പടത്തിലും ഞാൻ ഉണ്ടാവുമെന്നാണ് പറയണത്. അപ്പം എനിക്ക് അവർക്ക് എന്തോ ഒരു മനസ്സിലെന്തോ പ്രശ്നം. അപ്പോൾ അങ്ങനെ അവരാവട്ടെ എന്ന് ഞാൻ അവരോട് പ്രാർത്ഥിക്കുന്നു. എന്തായാലും രണ്ടാം ഭാഗം വരുമ്പോൾ നായകൻ്റെ അച്ഛനും അമ്മയും ഇല്ലാത്ത പരിപാടിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛനും അമ്മയും എനിക്ക് കഥയ്ക്കൊരു ബലം ഉണ്ടാവില്ല, അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. പിന്നെ ഈ സിനിമക്ക് 3-4 പ്രത്യേകതകളുണ്ട്. തിയേറ്ററിൽ കയറാതെ 4-5 വർഷമായിട്ട് സിനിമ തിയേറ്ററിൽ കയറാത്തവരെല്ലാം കയറി. അതുപോലെ ഈ മലയാള സിനിമ കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ന്യൂജൻ ഗ്രൂപ്പുണ്ട്, അവരൊക്കെ ഈ സിനിമ കണ്ടു. മൂന്നാമത് മലയാളത്തിൽ ഒരു ലേഡീസ് സൂപ്പർ സ്റ്റാറേ ഉള്ളൂ, അറിയാലോ. രണ്ടാമതൊരു ലേഡീസ് സൂപ്പർ സ്റ്റാർ വന്നിരിക്കുകയാണ്. നമുക്കൊന്ന് കൈയടിച്ച് അതങ്ങോട്ട് അംഗീകരിക്കാം. അതുപോലെ തന്നെ ന്യൂജൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നെസ്ലിനും ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിയിരിക്കുകയാണ്. അങ്ങനെ 4 കാര്യങ്ങൾ ഈ സിനിമ കൊണ്ടുവന്നു. ഓക്കെ, ഇനിയും ഗംഭീര വിജയമാകട്ടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ്, ഞാൻ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. ഞാൻ സിനിമയിലൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. കുറേ പ്രോഗ്രാംസും കാര്യങ്ങളുമായിട്ട് പോകുന്ന സമയത്താണ് എന്നെ വിളിച്ചത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ ചെയ്തു. ഒരു 3-4 സിനിമക്ക് ഇപ്പോൾ ഓഫറുണ്ട്. അതിന് പ്രത്യേക